വിശദമായ വാർത്തയിലേക്ക്. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മഥുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ 2 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ വിവരങ്ങളുമായി. രാകേഷ്, മഹാരാഷ്ട്രയിലെ ആ ദൃശ്യങ്ങൾ അത് അത്യന്തം ഭീതിപ്പെടുത്തുന്നതാണ്. 10 പേരടങ്ങുന്ന ഒരു കുടുംബം അപ്പാടെ ഒലിച്ചു പോകുന്ന ആ ദൃശ്യങ്ങൾ അത്യന്തം വേദനിപ്പിക്കുന്നതുമാണ്. ഒന്നും ചെയ്യാനാകാതെ കണ്ടു നിൽക്കുന്ന അവരുടെ ബന്ധുക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? അശ്വതി, ഏറെ വേദനിപ്പിക്കുന്ന ദാരുണമായ സംഭവമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. അതായത് പൂനെയ്ക്ക് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലോണാവാല. ഈ ലോണാവാലയ്ക്ക് സമീപത്തുള്ള ബുഷി ഡാമിന്റെ സമീപത്തുള്ള വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ളത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയായതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ഞായറാഴ്ചയായിരുന്നു, അവധിയായിരുന്നു. അങ്ങനെ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ് ഈ പൂനെയ്ക്ക് സമീപത്തുള്ള സയ്യിദ് നഗർ എന്നുള്ള 17 പേരടങ്ങുന്ന സംഘം. ഈ സംഘത്തിലെ 9 പേർ വെള്ളത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 9 പേർ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കാര്യമായ ഒഴുക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ മുതൽ ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ 9 പേരും ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കാണാം. മാത്രവുമല്ല അവിടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഈ കുടുംബാംഗങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പെട്ടെന്ന് ജലനിരപ്പ് വരികയും കുത്തിയൊലിച്ച് വെള്ളം ഒലിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഇവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അലമുറയിട്ട് കരകയറിയുന്നത് നമുക്ക് കാണാം. ഈ സംഘത്തിൽ 9 പേരിൽ 4 പേർ രക്ഷപ്പെട്ടു. മറ്റ് 5 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 പേരിൽ ഒന്ന് 36 വയസ്സുള്ള ഷഹിസ്ത ലിയാഖത്ത് അൻസാരി, ഒപ്പം മറ്റ് 2 പേർ കുട്ടികളാണ്. അമീമ അൻസാരി 13 വയസ്സ്, മറ്റൊന്ന് ഉമേര ആദിൽ അൻസാരി 8 വയസ്സ്. ഈ 3 പേരാണ് മരിച്ചത്. 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി ഈ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു വനപ്രദേശം കൂടിയാണ്, ഹിൽ സ്റ്റേഷനാണ് ഈ പ്രദേശം. ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 4 വയസ്സുള്ള
അദ്നാൻ അൻസാരി, ഒപ്പം തന്നെ മരിയ അൻസാരി 9 വയസ്സ്. ഈ 2 പേരുടെ പേരെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആളുകൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ജലനിരപ്പ് ഉയരുന്നുണ്ട്, കനത്ത മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, പക്ഷെ ആളുകൾ അവഗണിക്കുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഏതായാലും അതിദാരുണമായ വളരെ ദുഃഖമുണ്ടാക്കുന്ന സംഭവം, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി, ഇതാണ് അത്യന്തം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. പുറത്തു നിൽക്കുന്ന അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അവസ്ഥയും അത് വളരെ പരിതാപകരമാണ്. ഒന്നും ചെയ്യാനാകാതെ, ആ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാനാകാതെ, അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാകാതെ കൺമുന്നിൽ ഒരു കുടുംബം അപ്പാടെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലാണ് ഈ അപകടം ഉണ്ടായത്. ഉത്തർപ്രദേശിലെ മഥുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്ന് വലിയ അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. അവിടെ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു എന്നറിയുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അശ്വതി, ഇന്നലെ രാത്രിയാണ് മധുരയിലെ കൃഷ്ണനഗറിൽ കൂറ്റൻ ജലസംഭരണി തകർന്നു വീണത്. ഇന്നലെ അതൊരു ജനവാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾക്കും മറ്റു വീടുകൾക്കും ഇടയിലുള്ള ഒരു ജലസംഭരണിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം. 2 പേരുടെ മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 12 പേർ ഗുരുതരമായ നിലയിൽ ചികിത്സയിൽ തുടരുകയാണ്. അത് തന്നെയാണ് ആശങ്കയിടയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 12 പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി ഉണ്ടായ അപകടം നടക്കുമ്പോൾ ഈ പ്രദേശത്ത് നിരവധി പേർ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കൂടി ഉയരുന്നു. അതിലൊന്ന്, 3 വർഷം മുമ്പ് മാത്രം യാഥാർത്ഥ്യമായ ഒരു ടാങ്കാണിത്. അതിനെങ്ങനെ ഇത്ര പെട്ടെന്ന് അപകടം സംഭവിച്ചു എന്ന തരത്തിലുള്ള വിവാദമാണ് ഉയരുന്നത്. ഏതായാലും ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. പല സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമായ മഴക്കെടുതിയുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതി തുടരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റോഡൊക്കെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ മണിപ്പൂരിൽ പാലം തകർന്നു വീണിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായ മഴ അടുത്ത 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതാണ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചതാണ്. 9 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഒഴുക്കിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി വെള്ളം ഉയരുകയും ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു കയറാനാകാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കുടുംബം അപ്പാടെ ഒലിച്ചു പോവുകയും 3 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അത്യന്തം ദാരുണമായ ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്നും പുറത്തുവന്നത്. ബ്രിട്ടീഷ്